ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ ഐറ്റം ചലവത് ഇന്ന് നമ്മൾ ആക്കുന്നത് കോയമുട്ട പൊരിച്ചത് ആണ്. അതിനുവേണ്ടി 2 കോയമുട്ട എടുക്കുക. എന്നിട്ട് നമുക്ക് കേൾക്കണം. ഈ കോയമുട്ട നമുക്ക് കേൾക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ 2 കോയമുട്ട ഒന്ന് നല്ല പോലെ ഒന്ന് വരച്ച് കേൾക്കണം. കേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോയമുട്ടൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ആദ്യം 2 കോയമുട്ട നോക്കാം. എന്നിട്ട് നമുക്ക് പാത്രം എടുക്കാം. പാത്രം എടുത്ത് നമ്മൾ ആദ്യം എടുത്തല്ല പാത്രം, ഈ പാത്രത്തിലാണ് ഇടാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു സ്പൂൺ എടുക്കണം. കോയമുട്ട പൊട്ടിക്കണം, എന്നിട്ടാണ് സ്പൂൺ എടുക്കേണ്ടത്. അളക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂണ്. ഒന്നാമത്തെ പൊട്ടിച്ചു, നമുക്ക് രണ്ടാമത്തെ പൊട്ടിക്കാം. ഇപ്പം വെച്ചാൽ വരാം. അപ്പം രണ്ടാമത്തെ പൊട്ടിച്ചു കഴിഞ്ഞു, നമുക്ക് സ്പൂൺ എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ സ്പൂണാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് സ്പൂണാണ് എടുക്കാം. എന്നിട്ട് നമ്മൾ കോയമുട്ട അളക്കുമ്പോൾ അതിന് കുറച്ച് ഉപ്പിടണം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് പാത്രത്തിൽ നമ്മൾ ഉപ്പിട്ടു. ഉപ്പത്തിൽ കുറച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനകം എടുക്കാം. നമുക്ക് ഇളക്കാം ഗൈസ്. ഇങ്ങനെ ഇളക്കി നല്ല പോലെ സ്മൂത്തായി തന്നെ നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടാക്കണം. പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കോയമുട്ട ഇളക്കാം. പിന്നെ ഇളക്കാം, യൂസായി വരണം കോയമുട്ട. നമുക്കതിലേക്ക് ചൂടായി വന്നു. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കാം ഗായ്സ്. ഇതിനുവേണ്ടി കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇവിടെ. എന്നിട്ട് കോയമുട്ട ഉണ്ടല്ലോ, നമുക്ക് ആ ചട്ടിയിലേട്ടുണ്ട് ഒഴിക്കണം. നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. ഒഴിച്ചു. ഇതിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്, നല്ല കിളക്കള സൗണ്ട് ഗൈസ്. നിങ്ങൾക്കും ഉണ്ടാക്കാം. ആദ്യമായിട്ടാണ് കോയമുട്ട ഉണ്ടാക്കുന്നത്, ഇതുപോലെ ഉണ്ടാക്കും. അടുപ്പൊന്ന് തുറന്നു. വാവ്, ബ്യൂട്ടിഫുൾ കോയമുട്ട. എന്ത് രസം കാണാൻ. നമുക്ക് ഈ കോയമുട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണാൻ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലെ കോയമുട്ട ഉണ്ടാക്കുമോ? നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, അതിനകത്തുള്ള ബെല്ലൈക്കൺ നിൽക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ പറഞ്ഞു. ഗുഡ് ബൈ.